എൻ്റെ പേര് KV ദയാൽ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മ പഞ്ചായത്തിലാണ് താമസം. ഞാൻ 1985 മുതൽ അത് ഏതാണ്ട് 38 വർഷമായിട്ട് ജൈവ കൃഷി രംഗത്ത് നിൽക്കുന്ന ആളാണ്. കാരണം നമ്മളിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മുഴുവൻ വിഷമാണ്. വിഷമില്ലാത്ത ഭക്ഷണം ആവശ്യാനുസരണം കിട്ടണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റായിരുന്നു കേരള ജൈവ കർഷക സമിതി എന്ന്. അത് തുടങ്ങി വെച്ചത് പ്രൊഫസർ ജോൺ സി ജേക്കബാണ്. പയ്യന്നൂർ കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ കേരള ജൈവ കർഷക സമിതി എന്ന് പറഞ്ഞൊരു സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു. കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ VC, അന്നത്തെ VC ആയിരുന്ന രാജൻ ഗുരുക്കൾ സാറിനെ നേരിട്ട് കണ്ടിട്ട് ഞാൻ വിഷയം അവതരിപ്പിച്ചു. ജൈവ കൃഷിയോട് താല്പര്യമുള്ള മനുഷ്യർക്ക്, സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത മനുഷ്യർക്ക് ഏജ് പ്രശ്നമാകരുത്, വയസ്സ് പ്രശ്നമാകരുത്, താല്പര്യം മാത്രം. കൃഷിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് വന്നിരുന്ന് പഠിക്കുകയും പരീക്ഷ എഴുതി ഒരു സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാർ അത് പെട്ടെന്ന് സമ്മതിച്ചു. 2011 കോഴ്സ് ആരംഭിച്ചു. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ടൂറിസം സെൻറ്ററാണ്. ആധുനിക കൃഷി എടുത്തിരിക്കുന്ന ശാസ്ത്രം കെമിസ്ട്രിയാണ്. ജൈവ കൃഷി കെമിസ്ട്രി അല്ല എടുത്തിരിക്കുന്നത്. ജൈവ കൃഷിയുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇക്കോളജിയാണ്. ഒരു കാടിന് സ്വയം നിലനിൽക്കാൻ അറിയാം. അതുകൊണ്ട് അവിടുത്തെ ശാസ്ത്രം ഇക്കോളജിയാണ്. അതുകൊണ്ട് കൃഷിക്ക് ഒരു ശാസ്ത്രം ഇക്കോളജിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്വയം നിലനിൽക്കുന്ന ഒരു കൃഷി രീതി, സെൽഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വേണമെന്നുണ്ടെങ്കിൽ കാടിനെ മാതൃകയാക്കണം. അതായത് സ്വയം നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തെ മാതൃകയാക്കി കൃഷി രൂപപ്പെടുത്തണം. ഈ സ്കൂൾ തലത്തിൽ ഇക്കോളജി എന്ന് പറയുന്നൊരു ശാസ്ത്രം പഠിപ്പിച്ചേ പറ്റും. ഇക്കോളജി ശാസ്ത്രം പഠിക്കാതെ വേറെ ഏത് ശാസ്ത്രം പഠിച്ചാലും ആ ശാസ്ത്രത്തിന് വഴിതെറ്റിപ്പോകും. ഇപ്പോൾ കൃഷിയുടെ ശാസ്ത്രം, യഥാർത്ഥത്തിൽ കൃഷിയുടെ ശാസ്ത്രം ഇക്കോളജിയാണ്. പക്ഷേ ആധുനിക കൃഷിശാസ്ത്രം എടുത്തത് കെമിസ്ട്രിയാണ്. ആധുനിക ചികിത്സാശാസ്ത്രം എടുക്കേണ്ടത് ഇക്കോളജിയാണ്. അതിന് പകരം അവർ കെമിസ്ട്രി എടുത്തു. അതുകൊണ്ടാണ് നമുക്ക് കെമിക്കൽ മരുന്ന് വന്നത്, ആൻറ്റിബയോട്ടിക് വന്നു. ഒരു ബയോളജിക്കൽ ഓർഗാനിസത്തിലേക്ക് ബയോ ആയിട്ടുള്ള മെഡിസിൻ ഇടുക എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റല്ലേ? അതായത് കെമിക്കൽ മരുന്നുകൾ വരാനും കെമിക്കൽ സാധനങ്ങൾ, കീടനാശിനികളൊക്കെ വരാനും കാരണം കയ്യിലെടുത്ത ശാസ്ത്രം തെറ്റിപ്പോയെന്നുള്ളതാണ്. ന്യൂട്രീഷണൽ റിച്ച്നെസ് ഇന്ന് ലോകത്തൊരിടത്തും സാധ്യമല്ലാത്ത രീതിയിൽ നമ്മൾ ന്യൂട്രീഷണൽ റിച്ചായിട്ടുള്ള പ്രൊഡക്ഷൻ സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നോളജ് ആർജിച്ച് കഴിഞ്ഞു. ഇനി പ്രാക്ടിക്കലായിട്ട് വ്യാപകമായിട്ട് ജനങ്ങളിലേക്ക് അത് എത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ലോകം മുഴുവൻ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നല്ല പ്രദേശത്തെ മനുഷ്യർ പോയി താമസിക്കും. കുറേ നാൾ കഴിയുമ്പോൾ അവിടെ മരുഭൂമിയാകും. അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. നേരെ റിവേഴ്സ് വരണം. ഒരു മരുഭൂമിയിൽ നമ്മൾ കയറി താമസിച്ചിട്ട് അത് ഒന്നാം തരം ഒരു കാട് പോലെ വെള്ളം കിട്ടുന്ന എല്ലാ വഴികളും വരുന്ന ഒരു ഇതാക്കി മാറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ജൈവ കൃഷിയിൽ വെച്ചിരിക്കുന്നത്. അതിനാണ് ഹാപ്പിനെസ് ടൂറിസം സെൻറ്റർ അതിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഏതാണ്ട് എല്ലാം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. സക്സസ് ആയിട്ട് പ്രൊഡക്റ്റ് സെയിൽസ് നടക്കുന്നു, ഹാപ്പിനെസ് ടൂറിസം സെൻറ്റർ നടക്കുന്നു. പുതിയ കുട്ടികൾ താല്പര്യപ്പെട്ട് വരാൻ തുടങ്ങി, ചെറുപ്പക്കാർ വരാൻ തുടങ്ങി, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കുട്ടികൾ ഇത് പഠിക്കണം. കർഷകർക്ക് ഈ നോളജ് കിട്ടാനുള്ള സംവിധാനം നടക്കണം. ഇപ്പോൾ നടക്കുന്ന കോഴ്സ് തന്നെ ഡിജിറ്റലാക്കിയാൽ മതി. ഈ നോളജ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കർഷകർ തന്നെത്താൻ കാര്യങ്ങൾ ചെയ്തോളും. അവർക്ക് ആ ബേസിക് നോളജ് കൊടുത്താൽ മതി. ആ ശാസ്ത്രം അവരെ പഠിപ്പിക്കണം. യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിച്ചിറങ്ങിയവരുടെ ഒരുപാട് വിജയങ്ങൾ നടന്നു കഴിഞ്ഞു. അതായത് കൃഷിയിലെ ഒരു വലിയ തെറ്റ്, 10,000 വർഷമായിട്ട് ചെയ്തിരുന്ന ഒരു തെറ്റിനെ തിരുത്തുന്ന പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതായത് കുമ്മായമാണ് മണ്ണിൻ്റെ pH പുളിപ്പ് മാറ്റാനായിട്ട് ഉപയോഗിച്ചിട്ടിരുന്നത്. എന്നാൽ യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൻ്റെ ഭാഗമായി അത് കാൽസ്യം കാർബണേറ്റ്, അതായത് ഈ കുമ്മായം ഉണ്ടാക്കുന്ന കക്ക തന്നെ കുമ്മായം പോലെ മെഷീനിൽ പൗഡറാക്കിയിട്ട് മണ്ണിലേക്ക് കൊടുത്ത് pH കറക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു. ഏത്തക്കാപ്പൊടി, മധുരക്കിഴങ്ങിൻ്റെ പൊടി, കരിമ്പിൻ ജ്യൂസ് പൗഡറാക്കി, പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയ്ക്ക് പകരം കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ട് പാലിൽ നിന്നും പാൽപ്പൊടി ഉണ്ടാക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചു. സ്പ്രേ ഡ്രൈയിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അത് പൗഡറാക്കി. അപ്പോൾ ഈ കരിമ്പിൽ നിന്ന് നാളിതുവരെ ലോകം മുഴുവൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പഞ്ചസാരയാണ്. പഞ്ചസാര ദോഷവും ചെയ്യും. എന്നാൽ കരിമ്പിൽ നിന്നെടുക്കുന്ന ഈ പൗഡർ മെഡിസിനായിട്ട് വർക്ക് ചെയ്യും.
അത്രയ്ക്ക് ന്യൂട്രീഷണൽ റിച്ച് ഉള്ളൊരു സാധനമാണ് ഈ കരിമ്പ് ജ്യൂസ്. ഞാവൽപ്പഴത്തിൻ്റെ പൊടി ഇറക്കി കഴിഞ്ഞു, പേരക്കയുടെ പൊടി ഇറക്കി കഴിഞ്ഞു, പൈനാപ്പിളിൻ്റെ പൗഡർ, ഇങ്ങനെ ഓരോരോ സാധനം പ്രൊഡക്റ്റ് ആക്കി മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞു. ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറങ്ങാൻ പോവുകയാണ്. ജൈവ മാലിന്യങ്ങളെ വളമാക്കി മാറ്റുന്ന ഒരു യൂണിറ്റ് കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അവരെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാർബൺ കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കമ്പോസ്റ്റിംഗ് രീതി പഠിപ്പിച്ചു. ഒരു മണവുമില്ലാതെ മീനിൻ്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ് എടുത്തിട്ട് ഉമിക്കരിയുമായി മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു ടെക്നോളജിയാണത്. ഇപ്പോൾ സ്കൂൾ തലത്തിൽ ഇത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതാണ്. കാരണം മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നത് മണ്ണിൽ തുടരുതെന്നാണ് പഠിപ്പിക്കുക. എന്നാൽ മണ്ണിലിറങ്ങുന്ന കുട്ടി എല്ലാ കാര്യത്തിലും പിന്നിലാക്കുക തന്നെ ചെയ്യും. സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ 1000 പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഓക്സിജൻ എത്ര പെർസെൻറ്റേജ് വേണം? സാധാരണ വീടുകളിൽ കിട്ടുന്ന പോരല്ലോ. 1000 പേര് ഒരുമിച്ച് വരികയല്ലേ. ഓക്സിജൻ ശരിയായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവരെങ്ങനെ പഠിച്ച തലയിൽ കയറുക? പഠിക്കുന്ന വിഷയം തലയിൽ കയറണമെന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ഓക്സിജൻ വേണ്ടേ? അങ്ങനെ സഫീഷ്യൻ്റ് ഓക്സിജൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെൻസ് ഫോറസ്റ്റ് ആയിരിക്കണ്ടേ? അപ്പോൾ ആ ഡെൻസ് ഫോറസ്റ്റ് ആയിരിക്കുകയും എന്താണ് മനുഷ്യൻ്റെ ഭക്ഷണം എന്നിവരെ പഠിപ്പിക്കാൻ പറ്റും. മനുഷ്യ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് വേണമെന്നറിയാം എല്ലാവർക്കും. ആ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന അരിയും ഗോതമ്പുമാണ്. ഈ കാർബോഹൈഡ്രേറ്റ് തന്നെയാണോ മനുഷ്യന് വേണ്ട കാർബോഹൈഡ്രേറ്റ്, അതോ വേറെ എവിടുന്നെങ്കിലും കിട്ടുമോ? ഇവിടെ ഇങ്ങനത്തെ ഒരു